KVS, NVS എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മാത്രമല്ല SSC എക്സാമുകളിലൊക്കെ ഈ ഒരു ടൈപ്പ് ചോദ്യം കണ്ടുവന്നിട്ടുണ്ട്. റിപ്പീറ്റിംഗ് ഡെസിമൽസ് ആണ് കേട്ടോ. അതിൻ്റെ ഭാഗത്തു നിന്നൊരു ചോദ്യം കാണാറുണ്ട്. നമുക്ക് എന്താണ് റിപ്പീറ്റിംഗ് ഡെസിമൽസ് എന്ന് നോക്കിയാലോ. എന്നിട്ട് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതും കൂടി ഒന്ന് കാണാം, ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് റിപ്പീറ്റിംഗ് ഫ്രാക്ഷൻ എന്ന് നോക്കാം. അത് കോമൺലി ഒരു സംഖ്യ 0.48 ഇതിൻ്റെ മുകളിൽ ഒരു ബാർ ചിഹ്നം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ബാർ ചിഹ്നം ഏതാണോ ഉള്ളത് അത് റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കും. ലൈക്ക് ഇൻ ദിസ് കേസ് 4888 എക്സെട്ര. ഇവിടെ കിട്ടിയോ? ഇതാണെങ്കിലോ 0.253 മുകളിലാണ് ബാർ എന്നുണ്ടെങ്കിൽ 0.25353 എക്സെട്ര പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം ഡെസിമൽസിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ചോദ്യം ആണ് വന്നിട്ടുള്ളത്. സോ നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ 0.48 ബാർ ഈ ഒരു സംഖ്യ എടുത്തു. ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഒരു ചെറിയൊരു ട്രിക്ക് നമ്മൾക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് ആ ട്രിക്ക് മാത്രം നമുക്കിവിടെ ഒന്ന് പറയാം. 0.48 ബാർ, അതായത് ഇതിൽ ഈ സംഖ്യ മൊത്തത്തിൽ അങ്ങോട്ട് എഴുതി 48. ഓക്കെ, മൈനസ് ഈ ബാർ ഇല്ലാത്ത സംഖ്യ എന്താണോ അത് എഴുതാം. ഇവിടെ 4 അല്ലേ, അപ്പോൾ -4 ഡിവൈഡഡ് ബൈ. ഇനി എത്ര ബാറിൻ്റെ അടിയിൽ എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കാം. ബാറിൻ്റെ അടിയിൽ ഓൺലി 1 സംഖ്യ, ഒരു 8 മാത്രമേ ഉള്ളൂ. സോ അത്രയും ടൈംസ് നിങ്ങൾ 9 എഴുതാം. ഓക്കെ, ഇവിടെ ഒരു സംഖ്യ മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ 1 ടൈം 9 എഴുതി. ദെൻ ബാർ ഇല്ലാത്ത സംഖ്യകൾ ഇവിടെ എത്ര ഉണ്ട്? 4 അല്ലേ. ആകെ ഒരു സംഖ്യ മാത്രമല്ലേ ഉള്ളൂ. അത്രയും ടൈംസ് നിങ്ങൾ 0 ആഡ് ചെയ്യാം. പിടി കിട്ടിയോ? സോ 90 അവിടെ വന്നു. അപ്പോൾ നമ്മുടെ ആൻസർ 48 - 4 ദാറ്റ്സ് ഈക്വൽ ടു 44 ഡിവൈഡഡ് ബൈ 90. ദിസ് വിൽ ബി ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളാണല്ലോ. എന്താ, നമുക്കൊരു റിക്കറിങ് ഡെസിമൽ തന്ന് അതിനെ ഫ്രാക്ഷനിൽ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിമ്പിളാണ്. എത്ര സംഖ്യകളുടെ മുകളിലുണ്ട് ബാറ് എന്നൊന്ന് നോട്ട് ചെയ്യുക. ദെൻ ബാറ് ഇല്ലാത്ത സംഖ്യ മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ബാർ എത്ര ഉണ്ടോ അത്രയും ടൈംസ് 9 എഴുതാം. ബാറില്ലാത്ത സംഖ്യകൾ എത്ര ഉണ്ട് അത്രയും ടൈംസ് 0 എഴുതാം. ഓക്കെ, പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കിതും കൂടി ഒന്ന് നോക്കാം. 0.253 എന്ത് വരും? 253. എത്രയാ? 53ക്കാണ് ബാറുള്ളത്. അപ്പോൾ ബാറില്ലാത്ത സംഖ്യ 2 മാത്രമാണ്. -2 ഡിവൈഡഡ് ബൈ ഇത്ര സംഖ്യകൾക്കാണ് ബാറുള്ളത് അത്രയും ടൈംസ് 9 എഴുതി. ബാറില്ലാത്ത സംഖ്യ 1 ഉള്ളൂ. സോ 1 ടൈം 0 എഴുതി. ഓക്കെ, നമുക്ക് എന്ത് വന്നു? 251 ഡിവൈഡഡ് ബൈ 990. പിടി കിട്ടിയല്ലോ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇപ്പോൾ പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺവേർട്ട് ഇൻ ടു ഫ്രാക്ഷൻ 0.587 ഇതാണ് തന്നിട്ടുള്ളത്. നമുക്കതൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. 0.587 ബാർ. അപ്പോൾ ഇതിനെങ്ങനെ ചെയ്യും? 587 എഴുതി. ഇനി ബാറില്ലാത്ത സംഖ്യ ഏതാണ്? 5 ആണ്. അപ്പോൾ -5 ഡിവൈഡഡ് ബൈ എത്ര സംഖ്യകൾക്കാണ് ബാറുള്ളത്? 2 സംഖ്യകൾക്ക്. അപ്പോൾ 2 9 എഴുതി. ആൻഡ് ബാറില്ലാത്ത സംഖ്യകൾ എത്ര ഉണ്ട്? ഒരെണ്ണല്ലേ ഉള്ളൂ. സോ 1 ടൈം 0 നമ്മൾ എഴുതി. ഓക്കെ, നമുക്ക് എന്ത് വന്നു? 582 ബൈ 990 ഇങ്ങനെ വന്നു. പക്ഷേ ഇത് നമ്മുടെ തന്നിട്ടുള്ള ഓപ്ഷൻസിലില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെട്ടി ചെറുതാക്കണം അല്ലേ. വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് എന്ത് ഏകദേശം വരും? 97/165. പിടി കിട്ടിയല്ലോ. അപ്പോൾ ഇത് ഉണ്ട്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കിയേ. 0.423 ബാർ. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കുന്നു? 0.423 ബാർ. അപ്പോൾ ഇതേ സെയിം കേസ് തന്നെയാണ്. അതായത് 423 എഴുതുന്നു. ബാറില്ലാത്ത നമ്പർ 4 ഡിവൈഡഡ് ബൈ ആൻഡ് ബാറിൻ്റെ അടിയിൽ 2 സംഖ്യകളുണ്ട്. അപ്പോൾ 2 വട്ടം 9 എഴുതി. ബാറില്ലാത്ത സംഖ്യ
ഒരെണ്ണമുള്ളൂ 0 എടുത്ത് എഴുതി. അപ്പോൾ 419/990. നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൻസറിൽ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. എളുപ്പമല്ലേ? നോക്കാം. 1.3 ബാർ പ്ലസ് 0.123 ബാർ മൈനസ് 0.11 ബാർ ഈസ് ഈക്വൽ ടു അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 1.3 ബാറിന് നമ്മൾ എന്തെന്ന് എഴുതും? 1 പ്ലസ് 0.3 ബാർ എന്ന് എഴുതിക്കൂടെ? സോ ദാറ്റ് വിൽ ബി 1 പ്ലസ് 3/9. പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമുക്ക് അടുത്ത കേസും കൂടി എഴുതാം. എന്താ? 0.123 ബാർ. ഇതിനെങ്ങനെ എഴുതും? 123 ബാർ ഡിവൈഡഡ് ബൈ 123 ഡിവൈഡഡ് ബൈ രണ്ട് സംഖ്യകൾക്കാണ് ബാർ ഉള്ളത്. സോ 2 times വി വിൽ റൈറ്റ് 9 ആൻഡ് 1 time വി വിൽ റൈറ്റ് 0. അതുപോലെ 0.11 എങ്ങനെ എഴുതും? 11 ബാറിനെ 11/9. ഇനി അതെല്ലാം കൂടി നമ്മളൊന്ന് കൂട്ടേ വേണ്ടത് അല്ലേ. അപ്പോൾ 1 പ്ലസ് 3/9 പ്ലസ് 123 ഡിവൈഡഡ് ബൈ 990 മൈനസ് 11/99 എന്ത് വരും? 1 പ്ലസ്, ഇവിടെ ഞാനൊരു കാര്യം ചെയ്യാണ്, എല്ലാത്തിനും ഡിനോമിനേറ്റർ സെയിം ആക്കാണ്. അപ്പോൾ എന്ത് വരും? 3 × 11 ചെയ്താലാണ് അല്ലേ 99 വരുന്നത്, 990 വരുന്നത്. ഓക്കെ, പ്ലസ് 123/990 മൈനസ് 11 എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ 990 കിട്ടും. അപ്പോൾ ഇതിൽ എന്ത് വരുന്നു? 1 പ്ലസ് 330 ഡിവൈഡഡ് ബൈ 990 പ്ലസ് 123 ഡിവൈഡഡ് ബൈ 990 മൈനസ് 110 ഡിവൈഡഡ് ബൈ 990. അപ്പോൾ ഇതിൽ നിന്ന് 1 പ്ലസ് 330 ഡിവൈഡഡ് ബൈ 990 പ്ലസ് 123 മൈനസ് 110 എന്താണ് വരുന്നത്? 12 അല്ലേ. 12/990. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് വരും? 1 പ്ലസ് 342/990. ഇനി നമ്മൾ ഇങ്ങോട്ട് ചെയ്തത് നമുക്ക് തിരിച്ച് ഡെസിമൽ ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം, ഒരു 0 വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും 1 പോയിൻ്റ് ബാറ് ലാസ്റ്റത്തെ രണ്ടെണ്ണത്തിനാണ് അല്ലേ. അതായത് എന്തിനായിരിക്കും? ഓക്കെ, 40 എന്തിനായിരിക്കും അത് വരാം? 3, 4 ഇവിടെ എന്തായിരിക്കും വരാം ചാൻസ്? അതായത് 990 നമ്മൾ എഴുതുന്നത് സംതിങ് 340 മൈനസ് ബാർ ഇല്ലാതെ ചിഹ്നം കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ 3 കുറച്ചിട്ടാണ് ഇവിടെ വാല്യൂ എഴുതേണ്ടത്. അപ്പോൾ എന്താണ് അവിടെ വരെ? ഏത് സംഖ്യയാണ് നമ്മളത് കുറയ്ക്കുന്നത്? 3 പ്ലസ് 2 എത്രയാ? 5 അല്ലേ. 345 നിന്ന് 3 കുറച്ചിട്ടാണ് 342 വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ബാറിൻ്റെ അടിയിൽ 4, 5 ആണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. ഓക്കെ, പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. 0.2 ബാർ പ്ലസ് 0.3 ബാർ പ്ലസ് 0.32 ബാർ. ഇതും കൺവേർട്ട് ചെയ്യാനാണ്, കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 0.2 ബാർ പ്ലസ് 0.3 ബാർ പ്ലസ് 0.32 ബാർ എന്ത് വരും? 2/9 പ്ലസ് 3/9 പ്ലസ് 32/99. പിടികിട്ടിയല്ലോ. എല്ലാതും 99 ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് വരും? 22/99 പ്ലസ് 33/99 പ്ലസ് 32/99. അപ്പം ഇതെല്ലാം കൂടി കൂട്ടിയാലേ നമുക്ക് എന്താണ് ആൻസർ വരുന്നത്? 87/99. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 87 ബാർ എന്ന് വരും അല്ലേ. അപ്പോൾ 0.87 ബാർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 0.3 ബാർ, അതായത് 3/9. ഇനി പെട്ടെന്ന് ചെയ്യാലോ. 4/9 പ്ലസ് 5/9 പ്ലസ് 6/9. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് 18/9 എന്ന് വന്നു. 18/9 എത്രയാണ്? ഇസ് 2. യാ, അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത്രയും ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡെസിമൽ ഫോംസ് ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റിംഗ് ഡെസിമൽ ഫോമിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഓക്കെ, ബൈ.